ിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് GST ആനുവൽ റിട്ടേൺസ് 2024-25 എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാ വർഷവും GST ആനുവൽ റിട്ടേൺസിൽ പല പല മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും പല പല മാറ്റങ്ങളും പല ടേബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് എന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതുമായി സംബന്ധിച്ച് 3 അഡ്വൈസറി ഒരു FAQ പോലെ 3 പ്രാവശ്യം ഇറക്കുകയുണ്ടായി. ആദ്യം FAQ1, പിന്നെ FAQ2, പിന്നെ ഒരു കമ്പൈൻഡ് ആയിട്ട് 2 ദിവസം മുമ്പ് വീണ്ടും ഒരു അഡ്വൈസറി ഇറക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം GSTR 9 എക്സംപ്റ്റഡ് ആർക്കാണ്? അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 2 crores, 2 കോടിക്ക് താഴെയാണ് നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്കിൽ നമ്മൾ GSTR 9 9C ഫില്ല് ചെയ്യേണ്ടതില്ല. GSTR 9C ഫില്ല് ചെയ്യേണ്ടാത്ത ആൾക്കാർ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 5 crore, 5 കോടിക്ക് താഴെയാണ് നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്കിൽ നമ്മൾ 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ GSTR 9 മാത്രം ഫില്ല് ചെയ്താൽ മതി. 5 കോടിക്ക് മുകളിലാണെങ്കിൽ നാം GSTR 9 ഫില്ല് ചെയ്യണം, 9C ഫില്ല് ചെയ്യണം. അഗ്രിഗേറ്റ് ടേൺ ഓവർ പാൻ ഇന്ത്യ ബേസിസിൽ, അതായത് നമ്മുടെ പാനില് എന്തൊക്കെയാണോ നമ്മുടെ ടേൺ ഓവർ വരുന്നത്, അല്ലാതെ നമ്മുടെ GST പോർട്ടലിലെ ടേൺ ഓവർ മാത്രം വെച്ചിട്ടല്ല, നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പാൻ ഇന്ത്യ ബേസിസിൽ നമ്മൾക്കുള്ള മൊത്തം ടേൺ ഓവർ, അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു 2 കോടി 5 കോടി എന്നുള്ള ആ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഒരിക്കലും GST റിട്ടേൺസ് 12 മാസം മാത്രം കൂട്ടി നമ്മളൊരു തീരുമാനം എടുക്കരുത്. ഫുള്ളും നമ്മുടെ ആ വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് വേണം, നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഫിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ടേൺ ഓവർ ലിമിറ്റ് നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ലേറ്റ് ഫീ ആയി സംബന്ധിച്ച് അഗ്രിഗേറ്റ് ടേൺ ഓവർ 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ 9 മാത്രമാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിന് 9 മാത്രമേ നമുക്ക് ലേറ്റ് ഫീ വരുള്ളൂ. അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ 9 9C ഫില്ല് ചെയ്യണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 9 മാത്രം നമ്മൾ ഫില്ല് ചെയ്തിട്ട് 9C ചെയ്യാതെ ഇട്ടിരിക്കുവാണെങ്കിൽ അവിടെ ആ ഒരു ലേറ്റ് ഫീയുടെ ആപ്ലിക്കബിലിറ്റി നമ്മൾ 9C ഫില്ല് ചെയ്യുന്നത് വരെയും വരും. പിന്നെ നമ്മൾക്ക് ചില ടേബിൾസ് ഇവിടെ, ചിലതിന് ലാംഗ്വേജ് മാറ്റം വരുത്തിയിട്ടുണ്ട്, ചിലത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടേബിൾ 6A1 എന്ന് പറയുന്ന ഒരു ന്യൂ ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ GST പോർട്ടലിൽ ഒരു ആനുവൽ റിട്ടേൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവും. 6A1 നമ്മുടെ ITC ആയി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ലെസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി 6A1 എന്നും പറഞ്ഞൊരു ന്യൂ ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഭൂരിഭാഗം ആൾക്കാരും 6Mലാണ് കഴിഞ്ഞ വർഷം വരെയും പ്രീവിയസ് ഇയറിൽ ITC ലെസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ 6Mൽ ഒരു ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ITC 01, 02, 02A അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആ ഒരു 6M എന്നുള്ള ഒരു ടേബിൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ടേബിൾ നമ്പർ 7 അവിടെയും ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം 37 എന്നുള്ളതായിരുന്നു, പിന്നെ 37, 37A, 38 അങ്ങനെ ആ ഒരു 7 നമ്മുടെ റിവേഴ്സലുമായി ബന്ധപ്പെട്ട ടേബിളാണ്. ITC റിവേഴ്സലിന്റെ ടേബിളാണ് 7. അവിടെ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ടേബിൾ നമ്പർ 8B നമുക്കറിയാം ഇപ്പോൾ 6B മാത്രമാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ റിവേഴ്സ് റീക്ലെയിം 6H കൂടി ക്യാപ്ചർ ചെയ്തിരുന്നു. ഇപ്പൊ 6B മാത്രമേ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ അത് നമുക്ക് മനസ്സിലാവും. H1 എന്നും പറഞ്ഞ് IGST ക്രെഡിറ്റ് അവൈൽഡ്, നെക്സ്റ്റ് ഇയറിലെ IGST ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നതിന് H1 എന്നൊരു കോളം, 8H1 എന്നൊരു കോളം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാക്സ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ടേബിൾ നമ്പർ 9ൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് എന്നുള്ള ഒരു ഹെഡും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേബിൾ നമ്പർ 12ലും 13ലും ഒരു ലാംഗ്വേജ് മാറ്റിയിട്ടുണ്ട്. ITC ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ റിവേഴ്സ്ഡ് ഇൻ ദി നെക്സ്റ്റ്
ഫൈനാൻഷ്യൽ ഇയർ എന്നും അവൈൽഡ് ഇൻ ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ എന്നും ഒരു ചേഞ്ച്, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വർഷം വരെയും HSN ഡൗൺലോഡ് നമുക്ക് 12 മാസവും നമ്മൾ GSTR1 കൊടുക്കുന്ന ആ HSN ഫുള്ളായിട്ട് ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ വർഷം തൊട്ട് ആ ഒരു HSN ഡൗൺലോഡ് നമുക്ക് GST പോർട്ടൽ സാധ്യമാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പെട്ടെന്ന് നമ്മൾക്ക് ഒരു GSTR9 പോർട്ടലിൽ കയറി ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് പ്രോപ്പറായിട്ട് റിക്കൺസൈൽ ചെയ്ത് വേണം നമ്മൾ ഒരു GSTR9 9C ഫില്ല് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് പോർട്ടലിൽ തന്നെ പല ഡൗൺലോഡ്സും ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് പോർട്ടലിൽ GSTR1 ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, GSTR3B ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതുപോലെ GSTR9 ഡ്രാഫ്റ്റ് കിട്ടും, 8A ടേബിള് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, GSTR1 and 1A HSN സമ്മറി നേരത്തെ നമ്മൾ പറഞ്ഞു ഇതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്, അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പിന്നെ ഡിഫറൻസ് ഇൻ ടാക്സ് ലയബിലിറ്റി കമ്പാരിസൺ ഷീറ്റിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് കാണും, പിന്നെ ടാക്സ് ലയബിലിറ്റി ആൻഡ് ITC സമ്മറി കാണും, ടാക്സ് ലയബിലിറ്റി അതർ ദാൻ എക്സ്പോർട്ട്, വെരിഫൈഡ് ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു റിവേഴ്സ് ചാർജ്, ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനൊന്നും മാറ്റിയില്ല, ഇതെല്ലാം നമുക്ക് പോർട്ടലിൽ കിട്ടും. ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു എക്സ്പോർട്ട്, അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ് ആൻഡ് ഡ്യൂ, വെരിഫൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ് ആൻഡ് ഡ്യൂ, വെരിഫൈ റിവേഴ്സ് ചാർജ് ലയബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് GST പോർട്ടലിൽ വെരിഫൈ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ അവൈലബിൾ ആണ്. പോയിന്റ്സ് ടു ബി നോട്ടഡ്, മറ്റു പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. From 24-25 onwards, additional liabilities through GSTR 99C can also be paid through ITC as per CGST notification number 13/2025 dated 17/9/2025. നോട്ടിഫിക്കേഷൻ 13/2025 നമുക്ക് ആനുവൽ റിട്ടേണിന് വഴി 99C വഴി ഉണ്ടാകുന്ന അഡീഷണൽ ലയബിലിറ്റീസ് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വഴിയും നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം, അങ്ങനെയും അടയ്ക്കാം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയുണ്ടായി. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ക്യാഷ് ലെഡ്ജർ വഴി മാത്രമേ ആനുവൽ റിട്ടേണുമായി ബന്ധപ്പെട്ട അഡീഷണൽ ലയബിലിറ്റീസ് അടയ്ക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഫെസിലിറ്റി, നമുക്ക് നല്ലൊരു ഫെസിലിറ്റിയാണ് വന്നത്. ITCയും കൂടി യൂസ് ചെയ്ത് ആനുവൽ റിട്ടേൺ ലയബിലിറ്റീസ് അടയ്ക്കാൻ സാധിക്കും. Since GSTR 9 8A capturing data till October 2025, GSTR 3B ensure the filing status before the filing of annual returns. അപ്പം നമ്മൾ GST ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായി GST റിട്ടേൺസിൽ ഒക്ടോബർ 2025 റിട്ടേൺസ് വരെയും ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ GSTR 99C ഫയൽ ചെയ്യാൻ ശ്രമിക്കാവൂ. കാരണം GSTR 9 കഴിഞ്ഞ വർഷം വരെയും നമുക്ക് മാർച്ച് വരെയുള്ള ഡേറ്റയാണ് ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം തൊട്ട് നമ്മുടെ ടിൽ November 30th, അതായത് നമ്മുടെ ഒക്ടോബർ മാസത്തെ റിട്ടേണിൽ സബ്സിക്വന്റ് ഇയറിൽ നമ്മൾ കാണിക്കുന്ന അഡീഷണൽ ഡീറ്റെയിൽസും കൂടി ആ ഡേറ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് GSTR 9 ക്യാപ്ചർ ചെയ്യുന്നത് ഡേറ്റ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്ടോബർ മാസത്തെ റിട്ടേണും ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ GSTR 99C ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. ടേബിൾ 8 എന്തൊക്കെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 3 FAQ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ FAQ 1 പോയിന്റ് നമ്പർ 3 ഈ ഒരു ഡാറ്റ ക്യാപ്ചറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2008 ഡാറ്റ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്, 24-25 12 മാസത്തെ ഡാറ്റ പ്ലസ് നമ്മൾ 24-25 വർഷത്തിലേക്ക് അപ് ടു November 30th, അതായത് ഒക്ടോബർ മാസത്തെ റിട്ടേൺ വരെയും കാണിക്കുന്ന ഡീറ്റെയിൽസ് അതിൽ നിന്നും നമ്മുടെ 23-24 പ്രീവിയസ് ഇയറിലെ ഡാറ്റ ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നെറ്റ് ITC നെറ്റ് ഡാറ്റയാണ് GSTR 9 ടേബിൾ 8 ക്യാപ്ചർ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. അപ്പൊ അതൊരു പുതിയ മാറ്റമാണ്. നേരത്തെ മാർച്ച് വരെ ഉള്ളത് മാത്രമേ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആകുമായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം വരെ. അടുത്ത ഒരു പോയിന്റ്, നമുക്ക് 6A1 എന്ന് പറയുന്ന പുതിയ ഒരു ടേബിളും കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ITC നമ്മൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ FAQ 1 പോയിന്റ് നമ്പർ 6 പറഞ്ഞിട്ടുണ്ട്.
2023-24 ITC claimed in 24-25 till November 30. That is table number 8C of it. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആനുവൽ റിട്ടേൺ 23-24 8Cയിൽ കാണിച്ച ഡാറ്റ നമ്മൾ ഈ വർഷം 24-25 6A1 എഴുതി കാണിക്കേണ്ടത്. എന്നാൽ അവിടെ ആ ഒരു FAQയിൽ പ്രത്യേകം പറയുന്നുണ്ട് 23-24 ഓർ എനി പ്രിസീൻ അതിന് മുമ്പോട്ടുള്ള വർഷങ്ങളിലെ ഏതെങ്കിലും ITC നമ്മൾ 24-25 റൂൾ 37A പ്രകാരമാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നെങ്കിൽ വിൽ നോട്ട് ബി റിപ്പോർട്ടഡ് ഇൻ 6A1 നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് 6Hലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എടുക്കാൻ വിട്ടുപോയ ITC 23-24 8Cയിൽ കാണിക്കുന്നത് മാത്രമാണ് 6A1 കാണിക്കേണ്ടത്. എന്നാൽ നമ്മൾ റീക്ലെയിം ചെയ്യുന്ന 23-24 മുമ്പോട്ടുള്ള വർഷങ്ങളിലോ റൂൾ 37A പ്രകാരം, അതായത് നമുക്ക് 180 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കാത്തത്, അതുപോലെ നമ്മളുടെ പിന്നെ സപ്ലയർ 3B റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കാരണം നമ്മൾക്ക് ITC എടുക്കാൻ പറ്റാത്ത ആ രീതിക്ക് വരുന്ന ITCകൾ, അതാണ് റൂൾ 37A. വിത്തിൻ ടൈം ലിമിറ്റിൽ ടാക്സ് പേയ്മെന്റ് സപ്ലയർ ചെയ്യാതിരിക്കുവോ അല്ലെങ്കിൽ നമ്മൾ 180 ദിവസത്തിനകത്ത് സപ്ലയർക്ക് പേയ്മെന്റ് നൽകാതിരിക്കുവോ, ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ITCകളുടെ റീക്ലെയിമുകൾ ടേബിൾ നമ്പർ 6Hലാണ് 24-25 ടേബിൾ 6Hലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പൊ 6A1 നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ വിട്ടുപോയതാണോ അതോ ഈ റൂൾ പ്രകാരമുള്ളതാണോ എന്ന് നമ്മൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് വേണം ആ 6A1 നമ്മുടെ ആ ഒരു ITC ലാസ്റ്റ് ഇയറിലത് ഡിക്ലെയർ ചെയ്യാൻ. FAQ ഓൺ GSTR 9C 3 FAQ ഞാൻ പറഞ്ഞു. അത് ഒക്ടോബർ 16 ഒരു FAQ ഇറങ്ങിയുണ്ടായി, അതുപോലെ ഡിസംബർ 4 ഒരു FAQ ഇറങ്ങിയുണ്ടായി, അതുപോലെ ഡിസംബർ ലേറ്റസ്റ്റ് 17 ഒരു FAQ ഇറങ്ങിയുണ്ടായി. എന്നാൽ 17 ഇറങ്ങിയ FAQ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടുള്ള, പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് അതിനകത്തൊന്നുമില്ല ഈ രണ്ട് FAQ, കാരണം ആദ്യം ഇറങ്ങിയ FAQയിൽ കുറെ സീരിയൽ നമ്പർ മിസ്മാച്ചുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഒരു 25 FAQവും ഇതിലുള്ള 8 FAQ കൂടി മൊത്തം 33 FAQs ആണ് ഉള്ളത്. അത് മൊത്തത്തിലുള്ള ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു FAQ. ഇപ്പൊ ഞാനിപ്പോ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന FAQ1 FAQ2 എന്നുള്ള രീതിക്കാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ റീസെന്റ് ആയിട്ട് വന്ന ഒരു കമ്പൈൻഡ് FAQ ആണ്. ഇത് രണ്ടിന്റെയും ഡാറ്റ തന്നെയാണ് ഈ ഒരു ഡിസംബർ 17 ഇറങ്ങിയതിലും ഉള്ളത്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊരു ക്വസ്റ്റ്യൻ ആൻസർ അതിൽ പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ 9C ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, GSTR1, 3B, ഓഡിറ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 9C ഫില്ല് ചെയ്യാനായിട്ട് ഒരുങ്ങാവുള്ളൂ. പിന്നെ ഞാൻ 3 സിനാരിയോസ് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ FAQയിലുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പൊ പറയാം. നമ്മുടെ പ്രാക്ടിക്കലിൽ ഇപ്പൊ ഞാൻ ഒരു റിട്ടേൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് നമ്മൾ 24-25 ആണ് നമ്മുടെ ITC ക്ലെയിം ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത്, റീക്ലെയിം ചെയ്യുന്നത്. ഗുഡ്സ് വരാൻ വൈകിയത് മൂലമുള്ള ITCകൾ നമ്മൾ 24-25 ITC എടുത്തു, എന്നാൽ അത് റിവേഴ്സ് ചെയ്തു, തിരിച്ച് റീക്ലെയിം. ഇത് മൂന്നും കാര്യങ്ങളും 24-25 തന്നെയാണ് നടന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ GSTR 9 6Bയിൽ ഡിക്ലെയർ ചെയ്യണം. 6Hൽ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ 6Bയിലും റീക്ലെയിം 6Hലും, അതുപോലെ നമ്മുടെ 7Hൽ ഇതിന്റെ റിവേഴ്സലും കാണിക്കണം. അതുപോലെ ഇത് FAQ1 പോയിന്റ് നമ്പർ 7 ഈ ഡിസംബർ 17 ഈ ഫസ്റ്റ് ഇറങ്ങിയ ഒക്ടോബർ 16 ഇറങ്ങിയ FAQയിലെ പോയിന്റ് നമ്പർ 7 ഇത്. അതുപോലെ പോയിന്റ് നമ്പർ 8 ITC ക്ലെയിംഡ് ഇൻ 23-24 നമ്മൾ ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തത് 23-24 എന്നാൽ റീക്ലെയിം ചെയ്തത് 24-25 ആണെങ്കിൽ നമ്മൾ if ITC reclaim is നമ്മൾ 37A റൂള് പ്രകാരം അല്ലാത്തതാണെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു 6A1 37A റൂള് പ്രകാരമാണെങ്കിൽ 6Hലാണ് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. മറ്റൊരു സിനാരിയോ നമ്മുടെ ITC ക്ലെയിം ചെയ്തത് 24-25, റിവേഴ്സ് ചെയ്തത് 24-25 എന്നാൽ റീക്ലെയിം ചെയ്തത് ഈ കറണ്ട് ഇയർ 25-26 അതെങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് നമ്മുടെ GSTR 9 കാണിക്കേണ്ടതെന്ന് നോക്കാം.
ITC reclaim is other than 37A റൂള് പ്രകാരമല്ലെങ്കിൽ നമ്മൾ 6Bയിൽ കാണിക്കണം, നമ്മൾ ക്ലെയിം ചെയ്യുന്നത് റിവേഴ്സ് ചെയ്യുന്നത് 7Hൽ കാണിക്കണം. നമ്മൾ റീക്ലെയിം ചെയ്യുന്നത് 13ൽ മാത്രം കാണിച്ചാൽ മതി. നമ്മൾ 8Cയിൽ കാണിക്കേണ്ട ആവശ്യമില്ല, 13ൽ മാത്രമേ കാണിക്കാവുള്ളൂ. എന്തുകൊണ്ടാണ് 8Cയിൽ കാണിക്കേണ്ടാത്തത് എന്ന് ഞാൻ പ്രാക്ടിക്കൽ സെക്ഷനിൽ പറയാം. കാരണം അത് 8Bയിലും 8Aയിലും വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 8Cയിൽ കാണിക്കുമ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്രാവശ്യം മുതൽ 8D ഡിഫറൻസ് ഇല്ല, എങ്ങനെ ചെയ്താലും വരില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് GST പോർട്ടൽ എല്ലാ FAQകളും അവരുടെ പോർട്ടലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ FAQകളിൽ അഡ്വൈസറിയിലൊക്കെ ഈ വരുന്ന റീക്ലെയിം നമ്മൾ കാണിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ബാലൻസോ നെഗറ്റീവ് ബാലൻസോ വരും എന്ന് അവരുടെ അഡ്വൈസറി തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വർഷം നമ്മൾ ചെയ്താൽ 8D ഡിഫറൻസ് വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും എറർ ആയിരിക്കും എന്നാണ് ഈ ഒരു GSTN പറയുന്നത്. അതുകൊണ്ട് 8Cയിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട 13ൽ മാത്രം എൻ്റർ ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഇയറിൽ 25-26 ആനുവൽ റിട്ടേണിൽ നമ്മളത് 6A1ലാണ് എഴുതി കുറയ്ക്കേണ്ടത്. ഇനി റൂൾ 37A പ്രകാരമുള്ള അതാണ് നമ്മൾ 25-26 റീക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ 6Bയിൽ കാണിക്കണം നമ്മുടെ ക്ലെയിം ചെയ്തത്, 7Hൽ റിവേഴ്സലും കാണിക്കണം. നമ്മൾ 13ൽ കാണിക്കേണ്ട ആവശ്യമില്ല. 24-25 13ൽ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 6A1ലും കാണിക്കേണ്ട, 13ലും കാണിക്കേണ്ട, 6A1ലും കാണിക്കേണ്ട, 6Hൽ മാത്രം 25-26 ഫൈനാൻഷ്യൽ ഇയർ ആനുവൽ റിട്ടേണിന്റെ 6Hലാണ് നമ്മൾ ആ ഒരു റീക്ലെയിം കാണിക്കേണ്ടത്. കാരണം ഇത് റൂൾ 37A പ്രകാരമുള്ളതായതുകൊണ്ട് നമ്മൾ ഇവിടെ വിട്ടുപോയ ITC 8Cയിൽ കാണിക്കുന്നതും ആ ഒരു രീതിക്ക് നമ്മൾ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറയേണ്ടത്. റീക്ലെയിം 37A റൂള് പ്രകാരമുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്ത വർഷത്തെ 25-26 ആനുവൽ റിട്ടേണിന്റെ 6Hൽ കാണിക്കുക. ഈ വർഷം നമ്മൾ 6Bയിലും 7Hലും മാത്രം കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇതാണ് 3 സിനാരിയോ. ഇത് നമ്മൾ പ്രാക്ടിക്കലി കൂടി നമുക്ക് അത് ചെക്ക് ചെയ്യാം. FAQ ഉണ്ട്, അത് നമുക്ക് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ആ ഒരു റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ FAQയിലെ പോയിന്റ്സ് എല്ലാം തന്നെ കവറപ്പ് ആവും. FAQ 1 ഇതാണ്, FAQ 2 ഇതാണ് കമ്പൈൻഡ് ആയിട്ട് 33 പോയിന്റുകൾ ഒരുമിച്ചുള്ള FAQ. അപ്പോൾ FAQ 1ൽ ആ ഒരു സീരിയൽ നമ്പറിന്റെ ഡബിളിങ് വന്നതുകൊണ്ടാവാം അവർ വീണ്ടും ഈ ഒരു 2 പ്രാവശ്യം 20 എന്നുള്ള സീരിയൽ നമ്പർ ഒരു തെറ്റി വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം വീണ്ടും കമ്പൈൻഡ് ആയിട്ട് അവർ ഇറക്കിയത്. അപ്പോൾ ഇതാണ് 3 FAQ. തന്നെ നമ്മൾ 3 മെയിൻ സിനാരിയോ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഈ ഒരു പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ടതും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പേജ്, ഇതിൽ പറയുന്ന ഈ ഒരു 3 FAQ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഈ 3 FAQവും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി GST പോർട്ടൽ നമുക്ക് ലോഗിൻ ചെയ്ത് ഒരു ആനുവൽ റിട്ടേൺ വെരിഫൈ ചെയ്യാം. ഈ പോർട്ടലിൽ GSTR 9 ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ GSTR 9 ഡ്രാഫ്റ്റ് കിട്ടും, GSTR 1 IFF അതിൻ്റെ സമ്മറി കിട്ടും, GSTR 3B സമ്മറി കിട്ടും, ഡൗൺലോഡ് 8Aയുടെ ഡീറ്റെയിൽ കിട്ടും. അതുപോലെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് HSN ടേബിൾ 12ലെ HSN ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ ഒരു GSTR 9 ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് ഔട്ട്വേർഡിൽ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ B2C ടേൺ ഓവർ 4Aയിൽ B2C ടേൺ ഓവർ, 4Bയിൽ B2B ടേൺ ഓവർ, 4Cയിൽ സീറോ റേറ്റഡ് സപ്ലൈ, അതുപോലെ 4D സപ്ലൈസ് ടു SEZ പേയ്മെന്റ് ഓഫ് ടാക്സ്, ഡീംഡ് എക്സ്പോർട്സ്, അഡ്വാൻസസ് ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ബട്ട് ഇൻവോയ്സ് ചെയ്യാത്ത അഡ്വാൻസുമായി ബന്ധപ്പെട്ടത്, ഇൻവേർഡ് സപ്ലൈസ്,
supplies on which e-commerce operator is required to pay tax. E-commerce operator tax അടയ്ക്കുന്ന ഫില്ല് ചെയ്യേണ്ട കോളമാണിത് 4G1. അപ്പൊ അതിന്റെ ടോട്ടല്, അതിന്റെ ക്രെഡിറ്റ് നോട്ട്സ്, ഡെബിറ്റ് നോട്ട്സ്, അമെൻമെന്റ്സ്, നമ്മൾ 24-25 തന്നെ എന്തെങ്കിലും അമെൻമെന്റ്സ് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലോ അമെൻമെന്റ്സ് ചെയ്ത് കുറച്ചിട്ടുണ്ടെങ്കിലോ കെയിലും എല്ലിലും വരും. അങ്ങനെ നമുക്ക് 4Nന്റെ ടേൺ ഓവർ ഇവിടെ ഡിസ്പ്ലേ ആവും. ഇവിടെ നമുക്കൊരു RCM ഉണ്ട്. 4G എന്ന് പറയുന്നത് ഇൻവേർട്ട് സപ്ലൈസ് വിച്ച് ഈസ് റിവേഴ്സ് ചാർജ് പെയ്ഡ് ഓൺ ദി റിവേഴ്സ് ചാർജ് ബേസിസ്. അപ്പൊ ഇവിടെ ഒരു RCM ഉണ്ട്. അപ്പൊ B2B B2C നമ്മുടെ പിന്നെ RCM ഇങ്ങനെയുള്ള ബാക്കി അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേബിൾ 4 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടേബിൾ എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഫൈനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് നോട്ട് പേയബിൾ. നമുക്ക് നോൺ ടാക്സബിൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. 6,38,300 എന്ന് പറയുന്നത് ഇവരുടെ SEZന്റെ സപ്ലൈസ് ആണ് ഇവിടെ വരുന്നത്. 6,38,300 ഇവരുടെ നോൺ ടാക്സബിൾ ആണ്. ഇവിടെ നമുക്ക് സീറോ റേറ്റഡ് ഉണ്ട്, അതുപോലെ SEZൻ്റെതുണ്ട്, സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ബൈ ദി റെസിപ്പിയൻ റിവേഴ്സ് ചാർജിൽ വരുന്നതുണ്ട്. അതുപോലെ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ, അതായത് സപ്ലയർ ഫില്ല് ചെയ്യേണ്ട കോളമാണ്. കാരണം സപ്ലയർക്ക് അവിടെ ടാക്സ് ഇല്ല, ഡിക്ലെയർ റിപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. ഈക്കോ ഫില്ല് ചെയ്യേണ്ടത് 4G1ലാണ്, 5C1ലാണ് നമ്മുടെ സപ്ലയർ ഈക്കോ സപ്ലയർ ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. എക്സംപ്റ്റഡ്, നിൽ റേറ്റഡ്, നോൺ GST, അതിന്റെ ടോട്ടല്, അതുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് നോട്ട്സ്, ഡെബിറ്റ് നോട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാക്സബിളിലുള്ള എല്ലാ ഡീറ്റെയിലും തന്നെ ഇവിടെ അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ട്. അപ്പൊ ഇവിടെ 4N, അതായത് നമ്മുടെ ഫസ്റ്റ് ടേബിളിലെ ടാക്സബിൾ ടേൺ ഓവർ പ്ലസ് നമ്മുടെ നോൺ ടാക്സബിളിലെ 5M, അതിൽ നിന്ന് 4G എന്ന് പറഞ്ഞാൽ നമ്മുടെ RCM 4G1 നമ്മുടെ ഈ കോഡ്. അപ്പൊ ഇതെല്ലാം കുറച്ചിട്ട് വരുന്ന നെറ്റ് നമ്മുടെ ടാക്സബിൾ നോൺ ടാക്സബിളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടേൺ ഓവർ ആണ് നമുക്കിവിടെ 5Nൽ ഡിക്ലെയർ ആകുന്നത്. അപ്പൊ ഇതാണ് ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു 3 ഇത് ഇവിടെ ഈ 9 ഈ ഔട്ട്വേർഡ് ഡീറ്റെയിൽസിന്റെ ടാക്സ് നമ്മൾ ഈ 9 കോളത്തിലാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് എന്നുള്ള ഒരു കോഡവും കൂടി ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 3 കൂടി ഇവിടെ കൂട്ടുമ്പോൾ 38, 703, 2186, 2186 ഇത് 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 45, 12, 395 കിട്ടും. അതില് ഈ ഒരു 279 രൂപയും കൂടി നമ്മൾ ഇൻട്രസ്റ്റും ലേറ്റ് ഫീ അടച്ചതും കൂടി ആവുമ്പോഴാണ് ആ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു ടാക്സ്. അപ്പൊ ഇത് 3 നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു 3 ടാക്സ് ലയബിലിറ്റി കൂട്ടുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതാണ് യൂഷ്വലി ഉള്ളത്. പിന്നെ ഇതിനകത്ത് സ്പിൽ ഓവർ ഇഫക്റ്റ്, അതായത് ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. സപ്പോസ് നമുക്കിവിടെ മെർജ് ചെയ്താണ് B2B B2Cയിലൊക്കെ മെർജ് ചെയ്താണ് ടേൺ ഓവർ നോൺ ടാക്സബിളൂടെ വരുന്നെങ്കിൽ നമ്മളിവിടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നമ്മൾ 5 കോളത്തിൽ തന്നെ നോൺ ടാക്സബിൾ ഡിക്ലെയർ ചെയ്യണം. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, 3 രീതിക്കാണ് നമ്മൾ ടേൺ ഓവർ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം 24-25 തന്നെ എല്ലാ ടേൺ ഓവറും കാണിക്കും. രണ്ടാമത്തെ സാഹചര്യം, രണ്ടാമത്തെ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് 24-25 എല്ലാ ഔട്ട്വേർഡും കാണിച്ചു, എന്നാലും നമ്മൾ കുറച്ച് ടേൺ ഓവർ വിട്ടുപോയി, അത് നമ്മൾ 25-26 കാണിച്ചു. അതാണ് രണ്ടാമത്തെ സാഹചര്യം. അങ്ങനെ വരുന്നത് നമ്മൾ ഇവിടെയല്ല നമ്മൾ കാണിക്കുന്നത്. നമ്മൾ 24-25 ടേൺ ഓവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 25-26 നമ്മൾ കാണിക്കുന്നെങ്കിൽ അത് നമ്മൾ ഈ 10-11 എന്നുള്ള 10, 11, 12, 13 particulars of the transactions for the financial year declared in returns of the next financial year till the specified period നമുക്കറിയാം നവംബർ 30 ഒക്ടോബർ മാസത്തെ GSTR 1 ഫില്ല് ചെയ്ത് ആ ഡീറ്റെയിൽ ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. കൂട്ടിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അത് ടേൺ ഓവർ കുറയ്ക്കുകയാണെങ്കിൽ ഇവിടെ
അതുപോലെ നമ്മൾ ITC നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 12ൽ കാണിക്കുക, അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 13ൽ കാണിക്കുക. ഇതാണ് ഈ ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 24-25ലും കാണിച്ചിട്ടില്ല, എന്നാൽ 25-26 ടിൽ ദി സ്പെസിഫൈഡ് പീരീഡും കാണിച്ചിട്ടില്ല, നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഓഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് അഡീഷണൽ ലയബിലിറ്റിയും ടേൺ ഓവറും ഡിസ്ക്ലോസ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ എവിടെയാണോ നമ്മൾക്ക് അഡീഷണൽ ലയബിലിറ്റി, ഇപ്പം B2C ആണോ B2B ആണോ അതോ നോൺ ടാക്സബിൾ ആണോ, അവിടെ നമ്മൾ കൈകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ആ ഒരു എഡിറ്റ് ചെയ്ത് വേണം ആ ഒരു ടേൺ ഓവർ ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. പലരും അത് ഞാൻ അടുത്ത വർഷം ഞാൻ 24-25ൽ കാണിച്ചില്ല, 25-26 കാണിക്കുമ്പോൾ ഞാൻ ഈ 10ക്ക് പറഞ്ഞെങ്കിൽ അല്ലേ കാണിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ 25-26 സ്റ്റിൽ ദി സ്പെസിഫൈഡ് പീരീഡ് അപ് ടു നവംബർ റിട്ടേൺ വരെ, ഒക്ടോബർ മാസം റിട്ടേൺ വരെ കാണിക്കുന്നത് മാത്രമേ നമ്മൾ ഇവിടെ കാണിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് എവിടെയും കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മാനുവലി 4 ടേബിളിൽ തിരുത്തുക. നമ്മൾ എന്നിട്ട് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. IGST, CGST, SGST എന്താണോ അഡീഷണൽ ടേൺ ഓവർ വരുന്നത് നമ്മൾ അവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ DRC 03 വഴി ക്യാഷോ ക്രെഡിറ്റോ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വർഷം വരെയും നമുക്ക് ക്യാഷ് ഉപയോഗിച്ച് മാത്രമേ പേയ്മെന്റ് നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം തൊട്ട് നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വഴിയും ക്രെഡിറ്റ് ലെഡ്ജർ വഴിയും നമുക്ക് ആ ഒരു ലയബിലിറ്റി അടയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ 24-25 25-26 അപ് ടു ദി സ്പെസിഫൈഡ് പീരീഡിൽ നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും അഡീഷണൽ ലയബിലിറ്റി കാണിക്കുവാണെങ്കിൽ ഇതിവിടെ നമുക്ക് ഈ 14 ടേബിളിൽ നമുക്കിവിടെ അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു പെയ്ഡ് പേയബിൾ എന്നുള്ള കോളത്തിൽ ഇവിടെ നമ്മൾ പെയ്ഡും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓട്ടോ പോപ്പുലേവും. അത് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്തായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഈ 10 കോളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് 14 കോളത്തിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പിന്നെ നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. അപ്പൊ ഈ ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അവിടെ ആ ഒരു എക്സാമ്പിൾ ഇട്ടത്. അതൊന്ന് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ടേൺ ഓവറിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്വേർഡിൽ നമ്മൾ ഒന്ന് സമ്മപ്പ് ചെയ്ത 3 മെത്തേഡ് ഉണ്ട്. നമ്മൾ 24-25 കാണിച്ചു, 24-25 25-26 കാണിച്ചു, നമ്മൾ ഒരിടത്തും കാണിച്ചിട്ടില്ല. അത് 3 സിനാരിയോയും നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തു. അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു, അടച്ചത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നോൺ ടാക്സബിൾ ഈ 4 കോളത്തിൽ മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5ൽ സ്പ്ലിറ്റപ്പ് കാണിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം RCയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ പലർക്കും പഴയ വർഷത്തെ RCM ഞാൻ എപ്പോഴാണ് RCM ഏത് വർഷമാണോ അടയ്ക്കുന്നത് ആ വർഷത്തെ ടേൺ ഓവറിലാണ് നമ്മൾക്ക് വരുന്നത്. ഇപ്പൊ 24-25 അത് 25-26 അടയ്ക്കുന്നെങ്കിൽ 25-26 വർഷത്തിലെ അത് ആ ഒരു RCM നമ്മൾ ഇതിവിടെ കാണിക്കേണ്ടതുള്ളൂ. ഇതിപ്പോ 23-24 അത് 24-25 നമ്മുടെ 24-25 ഡീറ്റെയിൽ ആനുവൽ റിട്ടേണിലാണ് ഒരു RCM. അത് RCM എപ്പോഴാണോ അടയ്ക്കുന്നത് ആ വർഷം ആണ് നമ്മൾ കാണിക്കേണ്ടത്. അത് മുമ്പോട്ടുള്ള വർഷത്തിൽ ഡ്യൂ ആയതാണെങ്കിൽ വിത്ത് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ആ ഒരു ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇൻവേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത നമ്മൾ പറയേണ്ടത്. ഇൻവേർഡിൽ ഇവിടെ നമുക്ക് 4Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത് ഈ 6A എന്ന് പറയുന്ന കോളത്തിലാണ് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു കോളമാണ് ഇത് 6A1 ITC of any preceding financial year availed in the financial year which is included in 6A above other than reclaim.
അപ്പൊ ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതർ ദാൻ റീക്ലെയിം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. റീക്ലെയിമിൻ്റെതല്ല നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. വിട്ടുപോയ ITC 24, 23, 24 8C കോളത്തിൽ വിട്ടുപോയത് കാണിച്ചിട്ടുണ്ടെങ്കിലാണ് 6A1 നമ്മളിവിടെ എഴുതി കുറയ്ക്കേണ്ടത്. ഇവിടെ ഈ ഒരു ക്ലയന്റിന് 236 രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ATCയിൽ ഉണ്ടായിരുന്നത്. അത് ഇവിടെ എഴുതി കുറച്ചു. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഈ എമൗണ്ട് ആണ്. 32 IGSTയിൽ ഒന്നുമില്ല, അത് തന്നെ വന്നു. ഈ 529 236 പോയിട്ടുള്ളതാണ് വന്നത്. അപ്പോൾ ഇത് ഇനി നമ്മളിവിടെ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പ്ലിറ്റപ്പ് കൃത്യമായും കാണിക്കണം. ഇൻപുട്ട് സർവീസ് ഇത് രണ്ടും കൂടി നമ്മൾ ഇൻപുട്ടില് സർവീസും ഗുഡ്സും കൂടി ഒന്നിച്ച് കാണിച്ചാലും കുഴപ്പമില്ല. എന്നാൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. ഇപ്പൊ നമ്മുടെ കറക്റ്റ് ഇൻപുട്ട് IGST ആണെങ്കിൽ നമ്മളിവിടെ ഇതിൽ നിന്ന് ഈ 2667 ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പൊ ഇത് മുഴുവൻ ടൈപ്പ് ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാം. നമ്മൾ ബ്രേക്കപ്പ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ 2667 ആണ് എൻ്റെ ഈ ഒരു ഹെഡില് 6Bയിൽ ഞാൻ ഡിക്ലെയർ ചെയ്യേണ്ട എമൗണ്ട് ഈ ഒരു ITC ആണ്. അത് കഴിഞ്ഞ് എനിക്ക് 6Dയിൽ ഒരു RCM നമ്മൾ നേരത്തെ അവിടെ കണ്ട RCM പേ ചെയ്ത ഒരു RCM ഉണ്ട്. അത് നമ്മൾ ഇവിടെ കാണിച്ചു. പിന്നെ ഈ പർട്ടിക്കുലർ ക്ലയന്റിന് 24, 25 തന്നെ ITC ക്ലെയിം ചെയ്തു. ഗുഡ്സ് വരാൻ വൈകിയത് കൊണ്ട് താമസിച്ച് നമ്മൾ മാറ്റിവെച്ച് ക്ലെയിം ചെയ്തത്. 24, 25 ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തു, റീക്ലെയിം ചെയ്തു. ഇതെല്ലാം 3 കാര്യങ്ങളും ഈ 24, 25 തന്നെ നടന്നതുകൊണ്ട് തന്നെ ആ ഒരു റീക്ലെയിം ചെയ്ത ITC ആണ് ഇവിടെ കാണിക്കേണ്ടത്. ITC കാണിച്ചു. അപ്പൊ ആദ്യം ഇത് 6Aയിൽ ഇത് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നു. 6A1 ഞാൻ കഴിഞ്ഞ വർഷത്തെ ATC കഴിഞ്ഞ വർഷത്തെ അതർ ദാൻ റീക്ലെയിം ഞാൻ വിട്ടുപോയത് ATC 23, 24 കാണിച്ച അത് ഞാനിവിടെ 6A1 കാണിച്ചു. എൻ്റെ ഇൻപുട്സ് കാണിച്ചു. ഈ വരുന്ന ഇവിടെ 6A2 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് വേണം കാണിക്കാൻ. അതായത് ഈ 3279 6Bയിൽ കാണിക്കേണ്ട ITC ഏതാണ്, 6Hൽ അതിന്റെ ബ്രേക്കപ്പ് ഏതാണ്. അപ്പോൾ ഈ 3279 തന്നെ ഇവിടെ ടോട്ടൽ ആയിട്ട് വരും. അതുപോലെ 529 എൻ്റെ ഇവിടെ കാണിക്കേണ്ട 6Bയിൽ കാണിക്കേണ്ട ഇതാണ്. അതിൽ 39 50 വയസ്സ് RCM ആണ്. 81 403 എൻ്റെ റീക്ലെയിം ആണ്. പോയിട്ട് 529 447 ഇത് തന്നെ താഴെ വരും. അതുപോലെ തന്നെ അപ്പുറത്തും. അപ്പൊ 6Gയിൽ ഡിഫറൻസ് ഒന്നും വരില്ല. ഇതാണ് സെയിം ഇയറിൽ കാണിക്കണമെങ്കിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ടേബിൾ. അപ്പൊ ഈ പറയുന്ന ഓരോ പോയിന്റും തന്നെ പല FAQയിലെ പല പോയിന്റുകളായിട്ട് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 6A1 ആണെങ്കിൽ ഞാൻ ആ FAQവും കൂടി കാണിക്കാം. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് when my GSTR 99C for finance 24 will be enabled. എപ്പോഴാണ് എല്ലാ റിട്ടേൺസും ഫയൽ ചെയ്ത് കഴിയുമ്പോഴാണ് അത് enabled ആവുന്നത്. Once all the due returns from GSTR 1 and 3B for financial 24-25 GSTR 99C will be enabled. ഓട്ടോമാറ്റിക് ആയിട്ട് ഇനേബിൾ ആവും. രണ്ടാമത്തെ പോയിന്റ് GSTR 1 and 3B പെൻഡിങ് 24-25 then will my GSTR 9 is enabled. ഏതെങ്കിലും മാസം പെൻഡിങ് ആണെങ്കിൽ ഇത് ഇനേബിൾഡ് ആവില്ല. GSTR 9 will not be enabled when GSTR 1 and 3B pending. All the relevant cells table 4, 5, 6, 8, 9 will auto populated based on the statement. GSTR 1, 2B, 3B ഇതെല്ലാം ഇവിടെയും സമ്മറി ആണ് GSTR 9 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും റിട്ടേൺ പെൻഡിങ് ആണെങ്കിൽ GSTR 9 ഓട്ടോ പോപ്പുലേറ്റ് ആവില്ല, ഇനേബിൾഡ് ആവില്ല.
ഇനി ഇതില് 8A കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു 8A എങ്ങനെയാണ്, ഹൗ ഇറ്റ് വിൽ ബി ഓട്ടോ പോപ്പുലേറ്റഡ്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് 24, 25ന്റെ ഡേറ്റ 24, 25, 26 ചെയ്തത് 24, 25 പ്ലസ് 24, 25 പ്ലസ് 25, 26 മൈനസ് 23, 24 എക്സ്ക്ലൂഡ് 23, 24 അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഈ ദെയർ ഇമ്പാക്ട് ഓൺ GSTR9 ഡ്യൂ ടു ആക്ഷൻ IMSOയിൽ എന്തെങ്കിലും ഇതുണ്ടോ? IMS ഇവിടെ ഒരു റിഫ്ലക്ഷനും GSTR9 ഇല്ല. IMS ഡോസ് നോട്ട് ഹാവ് എനി ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ GSTR9. നമ്മൾ അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. വിൽ ദി സപ്ലയേഴ്സ് added amended through GSTR 1A considered for auto population. 1A അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി 1A-യും 1-ഉം കൂടി ചേർത്ത് IFF ഇതെല്ലാം കൂടി ചേർത്താണ് 9 ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. പിന്നെ 6A1ന്റെ കാര്യം പറയുന്നത് പോയിന്റ് നമ്പർ സീരിയൽ നമ്പർ 6-ലാണ് 6A1ന്റെ കാര്യം പറയുന്നത്. അതാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തത്. 6A1 നമുക്ക് ഇവിടെയാണ് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എഴുതി കുറയ്ക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ 6M ഒരു ലാംഗ്വേജ് ചേഞ്ച് ഉണ്ട്. അത് നമുക്ക് സീരിയൽ നമ്പർ 10-ലാണ് പറയുന്നത്. 6 അവൈൽഡ് ത്രൂ ITC 01, 02, 02A അതർ ദാൻ GSTR 3B. ഇതെന്ന് പറയുന്നത് FAQല് പോയിന്റ് നമ്പർ 10-ല് FAQ1-ല് പോയിന്റ് നമ്പർ 10-ല് 6Mന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെയായിരുന്നു 23, 24 എഴുതി കുറച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ 6A1-ലാണ് ഇവിടെയാണ് എഴുതി കുറയ്ക്കേണ്ടത്. അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അതർ ദാൻ 37, 37A അങ്ങനെ വരുന്നതാണ്. റീക്ലെയിം അല്ലാത്തതാണ് ഇവിടെ എഴുതി കുറയ്ക്കേണ്ടത്. റീക്ലെയിം ആണെങ്കിൽ 6H-ലാണ് കാണിക്കേണ്ടത്. ഇവിടെ കാണിക്കേണ്ട ITC 01, 01, 02, 2A ഇതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ ടോട്ടൽ ITC എന്ന് പറയുന്നത് ഇതാണ് 6 കോളം. നമ്മൾ 6A, 6-1, 6A2, A2 എന്താണെന്ന് നോക്കി, 6B, 6C എന്ന് പറയുന്ന അൺരജിസ്റ്റേർഡ് പേഴ്സൺ ലയബിൾ ടു റിവേഴ്സ് ചാർജ്, പിന്നെ രജിസ്റ്റേർഡിന്റെ റിവേഴ്സ് ചാർജ്, ഇൻപുട്ട് ക്രെഡിറ്റ് ISD-യുടേത്, റീക്ലെയിം, ഇങ്ങനെയുള്ള എല്ലാം ട്രാൻ 1, ട്രാൻ 2 കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ബാക്കി ടേബിൾസ് എല്ലാം തന്നെ അതുപോലെ ഉണ്ട്. അപ്പൊ മാറ്റം എന്ന് പറയുന്നത് 6A1-ഉം 6M-ൽ എൻട്രി ചെയ്യേണ്ട എവിടെ എന്താണ് കാണിക്കേണ്ടത്? റീക്ലെയിം എവിടെ കാണിക്കണം? ലാസ്റ്റ് ഇയറിൽ വിട്ടുപോയത് കഴിഞ്ഞ വർഷത്തെ ATC-യിലാണെങ്കിൽ ഇവിടെ കാണിക്കാം. ഇതാണ് ഈ ഒരു 6-ൽ വന്ന മാറ്റം. അടുത്ത് നമ്മൾ 7-ലോട്ട് പോകും. ടേബിൾ നമ്പർ 7. 7-ല് ഇന്നെലിജിബിൾ ITC 24, 25. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 37 മാത്രമേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 37A ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൂൾ 38-ഉം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇവിടെ ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡിസ്ക്രിപ്ഷൻ ഏതൊക്കെ ഹെഡിലാണ് നമ്മൾ റിവേഴ്സൽ ഉള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കി കറക്റ്റ് ആണെങ്കിൽ അവിടെ തന്നെ കൊടുക്കുക. ഇല്ലെങ്കിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 17.5 ആണെങ്കിൽ അവിടെ കൊടുക്കാം. ട്രാൻ 1, ട്രാൻ 2 ആണെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ ഇപ്പൊ ഇന്നെലിജിബിൾ ITC 24, 25-ല് ഡാറ്റയുണ്ട് എനിക്ക്. അതുപോലെ നമ്മൾ സെയിം വർഷം റീക്ലെയിം ചെയ്ത ഡാറ്റയും ഉണ്ട്. അപ്പൊ അത് നമ്മൾ രണ്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 24, 25-ല് അപ്പോൾ നമുക്ക് ഈ ഡാറ്റയൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഡാറ്റ ഫില്ല് ചെയ്യാനായിട്ട് ഒരുങ്ങാവുള്ളൂ. അല്ലാതെ നമ്മൾക്കിത് ചെയ്താൽ നമുക്കത് തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ 6H-ല് കാണിച്ചു. അപ്പൊ അവിടെ ക്ലെയിം, ഇവിടെ ഇവിടെ നമ്മൾ റിവേഴ്സല്, ഇതാണ് നമ്മുടെ റിവേഴ്സലും റീക്ലെയിമും എല്ലാം നമ്മൾ കാണിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ FAQ-ല് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്.
ഒന്ന് വന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ GSTR 3B നമ്മളിപ്പോൾ 3B ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ സേവ് ചെയ്തു. 3B സമ്മറിയിലെ 4Cയും ഈ ഒരു 7Jയുമായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ സമ്മറി എടുക്കുമ്പോൾ ഇവിടെയുള്ള 4C ഇതും നമ്മുടെ ഇവിടെയായിട്ടൊരു പണ്ട് കഴിഞ്ഞ വർഷം വരെയും നമ്മൾക്ക് അവിടെ ഒരു ടാലി ആവുമായിരുന്നു. എന്നാൽ ഈ വർഷം തൊട്ട് നമുക്കത് ടാലി ആകുന്നു എന്ന് നമുക്ക് നോക്കാം. IGSTയിൽ 2666-093 അത് കറക്റ്റ് ആണ്. IGSTയിൽ ഇവിടെ 437,690 437 437,690 അല്ല, 437,926. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഡിഫറൻസ് വന്നതെന്ന് പറഞ്ഞാല് നമ്മൾക്കിവിടെ 6A1 നമ്മൾ 236 കുറച്ചു. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഈ ഒരു 437,690 ഈ ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ആ ഒരു 6A1 എഴുതി കുറച്ചതാണ്. A1 236 വെച്ച് 2023-24 ITC കുറച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ITCയുടെ ഡിഫറൻസ് ആണ് ഈ 7Jയിൽ റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പൊ ഈ വർഷം നമുക്ക് 4C നമ്മുടെ ഇതുമായിട്ട് ടാലി ആവില്ല. ഈ 7Jയുമായിട്ട് 4C ടാലി ആവില്ല. ഈ ഒരു കാര്യം തന്നെ, കാരണം ഈ ഒരു നെറ്റ് ITC ആണ് നമ്മുടെ 9Cയിൽ റിഫ്ലക്റ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 12Bയിൽ നമ്മുടെ 9Cയിലെ 12Bയിൽ ആ ഒരു മിസ്മാച്ച് വരും. അതും അവരുടെ FAQയിൽ പറയുന്നുണ്ട്. അപ്പൊ ടേബിൾ 7നെ കുറിച്ച് FAQ 2-ല് 3 സീരിയൽ നമ്പർ 3-ഉം 4-ഉം പോയിന്റില് ഈ ഒരു കാര്യം ഇവര് പറയുന്നുണ്ട്. FAQ 2-ല് പോയിന്റ് നമ്പർ 3-ലും 4-ലും ഈ 12B 9Cയുടെ 12B നമുക്കിവിടെ ഒരു മിസ്മാച്ച്. ഹെൻസ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദിസ് ഫൈനാൻഷ്യൽ ഇയർ ദിസ് മേ ക്രിയേറ്റ് എ മിസ്മാച്ച് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു 12B 9Cയിൽ 7Jയിൽ അത് 4C ആയിട്ട് ടാലി ആകാത്തത് കൊണ്ട് തന്നെ ആ ഒരു മിസ്മാച്ച് ഇതില് പറയുന്നുണ്ട്. 4-ല് വീണ്ടും അത് തന്നെ, ആ പോയിന്റ് തന്നെ ഇവിടെ വീണ്ടും 4-ല് അവര് പറയുന്നുണ്ട്. അപ്പൊ 7 ടേബിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 6 പഠിച്ചു, 6-ല് വന്ന മാറ്റം പഠിച്ചു, 7-ല് വന്ന മാറ്റം പഠിച്ചു. അടുത്ത് നമുക്ക് 8-ലോട്ട് പോവാം. ടേബിൾ 8-ൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ 2B 31-3 കഴിഞ്ഞ വർഷം വരെയും 31-3 ആകുമ്പോൾ കട്ടാവുമായിരുന്നു. ഈ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു 8A എന്ന് പറയുന്ന 24-25 പ്ലസ് 25-26 മൈനസ് 23-24 ആ ഒരു നെറ്റ് ITC ആണ് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ നമുക്കിവിടെ പോർട്ടലിലുള്ള GSTR 9-ന്റെ 8Aയും നമുക്കിവിടെ എക്സൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു 8Aയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ റീകൺസിലേഷൻ ചെയ്യണം. അതായത് നമുക്ക് നോർമലി ഡിഫറൻസ് വരുന്ന 2-3 സാഹചര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ RCMത്തിന്റെ ഡിഫറൻസ് വരാം. ഇവിടെ ഞാനത് റീകൺസൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. RCMത്തിന്റെ വരാം. പിന്നെ ഈ POS റൂൾ വെച്ച് പർച്ചേസ് റിട്ടേണിന്റെ വരാം. POS റൂൾ, അതായത് CGST SGST IGSTയുടെ ഹെഡ് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസ് വരാം. അമെൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 25-26 നമ്മുടെ ഓൺലൈൻ നമ്മുടെ റിട്ടേണിനകത്ത് 8Aയിൽ കാണില്ല, ഈ ഒരു എക്സലിലായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസുകൾ വരാം. അപ്പോൾ ഈ ഒരു 8Aയും നമ്മുടെ ഈ ഒരു പോർട്ടലിലെ 8Aയും കൂടി നമ്മൾ റീകൺസൈൽ ചെയ്യണം, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്.
അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഈ 623,832 ആണെങ്കിൽ ഇവിടെ ഞാനത് റീകൺസൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു RCയും ഒരു ഡെബിറ്റ് നോട്ടിന്റെ അങ്ങനെയുള്ള 2-3 ഡിഫറൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഞാൻ റീകൺസൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 623,832 അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു എങ്ങനെയൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ഇത് ചെയ്ത് വരുന്നത് എന്നുള്ളതിന് നമുക്ക് ആ ഒരു FAQല് കൃത്യമായിട്ട് തന്നെ ഈ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. ഈ ഒരു 12ഉം 13ഉം പോയിന്റുകൾ ആർ ദർ എനി സർക്കംസ്റ്റാൻസസ് വെയർ 8A Excel ആൻഡ് 8A UI ഓൺലൈൻ ഹാവിംഗ് ഡിഫറെന്റ് ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. POS റൂൾ ആണെങ്കിലോ നമ്മൾ അമെൻമെന്റ് ചെയ്യുവാണെങ്കിലോ RCM ആണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു 12ലും 13ലുമായിട്ട് അവര് എക്സാമ്പിൾ ഉൾപ്പെടെ അവര് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക. 8A Excelഉം 8A GSTR 9ലെ 8Aയും കൂടി റീകൺസൈൽ ചെയ്യുക. എന്തൊക്കെ ഡിഫറൻസ് ആണെന്ന് FAQലെ പോയിന്റ് നമ്പർ 12ലും 13ലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകളാണെങ്കിൽ അതിനൊരു റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എടുത്തു വെക്കുക. അതുപോലെ നമ്മൾക്ക് ഇവിടെ 8Bയിൽ ഒരു മാറ്റം. ഇവിടെ നമുക്ക് 6B മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 6B ആൻഡ് 6H എന്നായിരുന്നു. റീക്ലെയിം ചെയ്യുന്നതും കൂടി ഇവിടെ വരുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ ഒരു ബാലൻസ് വന്ന് ഒരു 8D ഡിഫറൻസ് കഴിഞ്ഞ വർഷം അഡ്വൈസറി തന്നെ പറഞ്ഞിരുന്നു അത് റിഫ്ലക്റ്റ് ആവുമെന്ന്. എന്നാൽ ഈ വർഷം ഇവിടെ 8Bയിൽ ITC 6B മാത്രമേ നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 8D ഡിഫറൻസ് വരില്ല. ഈ ഒരു 2242 എന്ന് പറയുന്ന എൻ്റെ കഴിഞ്ഞ വർഷത്തെ. അപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഒരു ഇതിന് ഇത് ചെയ്യാവുള്ളൂ. നമ്മളൊരു ഈ ഒരു 25-26 എനിക്ക് ഈ 2242 എന്ന് പറയുന്നത് IGST ഇല്ല. ഇതെന്റെ നെക്സ്റ്റ് ഇയറിൽ 24-25 ITC ഞാൻ 25-26 കാണിച്ചതാണ്. അപ്പൊ അതിന് പ്രകാരം ഞാൻ ഇവിടെ ഞാൻ ആ ഒരു 2242 0.19 അത് ഞാൻ കാണിച്ചു. എനിക്കിവിടെ ഒരു ഡിഫറൻസും വന്നില്ല. ഇവിടെ ഒരു ചെറിയ പൈസയുടെ ഡിഫറൻസ് അല്ലാതെ എനിക്കിവിടെ ഒരു ഡിഫറൻസും തന്നെ 8Dയിൽ വന്നില്ല. അപ്പൊ ഇവിടെ കാണിക്കേണ്ടത്, അപ്പം ഒരുപാട് പേർക്ക് സംശയമുള്ളത് ഞാൻ റീക്ലെയിം ചെയ്തത് ഇവിടെ കാണിക്കണോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അപ്പൊ നമുക്കിവിടെ ഒന്നാമത്തെ മാറ്റം ഞാൻ പറഞ്ഞു, ഇവിടെ നെറ്റാണ് ഓട്ടോ പോപ്പുലേറ്റ്. രണ്ടാമത്തെ മാറ്റം ഇവിടെ 6B. ഇവിടെ നമുക്ക് ഈ ഒരു 6B മാത്രമേ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആകുള്ളൂ. 6H ഓട്ടോ പോപ്പുലേറ്റ് ആവില്ല. കഴിഞ്ഞ വർഷം ഈ ഒരു 6Hഉം കൂടി ഇവിടെയുള്ള ഈ ITCയുടെ ഡിഫറൻസ് അവിടെ റിഫ്ലക്റ്റ് ആവുമായിരുന്നു. ഇവിടെ എന്നാൽ ഇപ്പൊ ഈ ഒരു ഇത് മാത്രമേ അവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആകുകയുള്ളൂ. അതാണ് നമുക്ക് 8Aയില് റിവേഴ്സ് റീക്ലെയിം ചെയ്യുന്ന. നേരത്തെ അത് നമുക്ക് 6H വന്നു, ഇപ്പൊ നമുക്കത് വരുന്നില്ല. അപ്പൊ ഈ ഒരു 8D ഡിഫറൻസ് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് GST പോർട്ടൽ ഈ 6Hനെ നമ്മുടെ 8ൽ നിന്നും അവോയ്ഡ് ചെയ്തത്. അപ്പൊ ഇതാണ് പ്രധാന മാറ്റം. 24-25 തന്നെ നമ്മൾ 3 കാര്യങ്ങളും ചെയ്യുവാണ്. ക്ലെയിമും റിവേഴ്സലും റീക്ലെയിമും ചെയ്യുവാണെങ്കിൽ 6H ഇല്ല, ഇവിടെ 6B മാത്രമേ ഉള്ളൂ. ഇതാണ് 8B കോളം. ഇനി 8C കോളം നമ്മൾ നോക്കാം. റീക്ലെയിം ചെയ്യുന്നത് 8Cയിൽ ഇവിടെ കാണിക്കരുത്. റീക്ലെയിം ചെയ്യുന്നത് 24-25, 25-26 2Bയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് 8. 24-25ന്റെ 25-26 2Bയിൽ വന്നതാണ് നമ്മളിവിടെ വിട്ടുപോയത്. നെക്സ്റ്റ് ഇയറിൽ ഇത് ഇവിടെ കാണിക്കേണ്ടത്. 8Aയില്
8 ബിൽ 24, 25 മാത്രമേ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആവുള്ളൂ. 8 24, 25 നമ്മൾ 25, 26 ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കണം. ഇതാണ് നമ്മൾ 25, 26 6A1 കാണിക്കേണ്ടത്. അപ്പൊ ഇത് നമ്മളുടെ FAQല് 15 and 17 പോയിന്റ് ആണ്. FAQ 1 15ഉം 17ഉം പോയിന്റ് ആയിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. 15ഉം ഈ 8C കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ 24, 25 ആണ്. ടിൽ ദി സ്പെസിഫൈഡ് പീരീഡ് വരെ ഉണ്ട്. അതുപോലെ 17 പോയിന്റിൽ വീണ്ടും അത് എക്സാമ്പിൾ അടക്കം അവര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 8Cയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ 8A പറഞ്ഞു, 8B പറഞ്ഞു, 8C പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻസ് വരില്ല. ഇനി 8E ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ട് നമ്മൾ റീകൺസൈൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ടിടത്തും വേണമെങ്കിൽ എഴുതി കളയാം. ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ ഈ വർഷം തൊട്ട് മനസ്സിലാക്കാൻ. കാരണം GST തുടങ്ങിയ പീരീഡിലെല്ലാം ഈ ഒരു 8D ഡിഫറൻസ് വെച്ച് നമ്മൾ ഒരുപാട് നോട്ടീസ് റിസീവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും GST ആ ഒരു 8D ഡിഫറൻസ് നെല്ലാക്കിയ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഡിഫറൻസ് വരാതെ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ റീകൺസിലേഷൻ ചെയ്ത് എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ചിലപ്പോൾ അവൈൽ ചെയ്തിട്ട് ITC ഉള്ളത് നമ്മൾ അവൈൽ ചെയ്യാത്തതാണെങ്കിൽ ഇവിടെ എഴുതി കളയാം. അല്ല ഇന്നെലിജിബിൾ ആണ് ആ വ്യത്യാസമെങ്കിൽ ഇവിടെ എഴുതി കളയാം. പിന്നെ വരുന്നത് 8G, IGST paid on import of goods including supplies from SEZ ന്റെ സപ്ലൈസ്. ഇതൊക്കെ നമുക്ക് നേരത്തെ പരിചയമുള്ളത് തന്നെയാണ്. IGST ക്രെഡിറ്റ് അവൈൽഡ് ഓൺ 6C എന്ന് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നതാണ്. ഇവിടെ ഒരു സെപ്പറേറ്റ് കോളം പുതിയത് ഇൻസേർട്ട് ചെയ്തത് 8H1 IGST ക്രെഡിറ്റ് അവൈൽഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. അതാണ് ഇവിടെ നമുക്ക് പുതിയതായിട്ടൊരു കോളം വന്നത്. അപ്പോൾ ഈ 8H1, 8I എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് ആണ്. 8Gയും 8Hഉം അത് പോയിട്ട് H1ഉം കൂടെയുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 8I വരുന്നത്. ഇനി 8Jയിൽ ITC അവൈൽഡ് ബട്ട് നോട്ട് അവൈൽഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈക്വൽ ടു I. ഇതിൻ്റെത് ഇത് തന്നെ ഇവിടെ വരും. ITC അവൈൽഡ് ബട്ട് നോട്ട് അവൈൽഡ്. ടോട്ടൽ ITC ടു ബി ലാപ്സ്ഡ് നമ്മൾ ഇയിലും എഫിലും ഇവിടെ എഴുതി കളഞ്ഞ എഫ്, അതുപോലെ ഇവിടെ എഴുതി കളഞ്ഞ ജെ, ഇത് മൂന്നിന്റെയും ടോട്ടൽ ആണ് ഇവിടെ ലാപ്സ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് 8 കോളം. നയനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ 10 പറഞ്ഞു. 10ൽ നമ്മൾ ഇവിടെ ഈ 13 കോളത്തിൽ നമ്മൾ 8Cയിൽ കാണിച്ചത് നമ്മൾ വീണ്ടും കാണിക്കുക. അപ്പൊ നമ്മുടെ ടോട്ടൽ 5N, അതായത് നമ്മുടെ ടോട്ടൽ ടാക്സബിൾ പ്ലസ് നോൺ ടാക്സബിൾ ടേൺ ഓവർ, അതിൽ നമ്മൾ 10ൽ നമ്മൾ ടേൺ ഓവർ എഴുതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 11ൽ കുറച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ടേൺ ഓവർ ആണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. ഇതാണ് 10, 11, 12, 13 ടേബിൾസ്. അത് കഴിഞ്ഞ് വരുന്ന ഈ 14 ടേബിൾ നമ്മൾ പറഞ്ഞു. ഈ 10ൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ടേൺ ഓവർ ടാക്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 14 ഓട്ടോ പോപ്പുലേറ്റ് ആവും. അത് നമ്മൾ ക്രെഡിറ്റോ ക്യാഷോ കൊണ്ട് അടയ്ക്കുക. 15 നമ്മുടെ മാൻഡേറ്ററി അല്ല, പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് റീഫണ്ട്സ്. 16 നമുക്ക് ഓപ്ഷണൽ ആണ്, മാൻഡേറ്ററി അല്ല. പിന്നെ HSN നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നമ്മൾ ആ ഒരു ഓഫ്ലൈൻ ടേബിൾ വഴിയോ അല്ലാതെയോ നമുക്ക് ഇവിടെ ആ ഒരു ഡൗൺലോഡ് വെച്ച് നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് HSN ടേബിള്. ഇൻവേർഡ് സപ്ലൈസിൻ്റെ HSN നമുക്ക് ഓപ്ഷണൽ ആണ്, അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മാൻഡേറ്ററി, നമ്മുടെ ഔട്ട്വേർഡിൻ്റെതാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളത്. 19 എന്നുള്ള ടേബിള് ലേറ്റ് ഫീൻ്റെതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എല്ലാ ടേബിൾസിന്റെയും ഡിഫറൻസ് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, ഇപ്പോഴും വന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് നമ്മളൊരു 3 സിനാരിയോ പറഞ്ഞിരുന്നു. ഈ ഒരു
24-25 നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മളൊരു 3 സിനാരിയോ പറഞ്ഞിരുന്നു. 24-25 25-26 ഇപ്പൊ ITC നമ്മൾ ആദ്യം പറഞ്ഞത് 24-25 തന്നെ 3 കാര്യങ്ങൾ നടന്നെങ്കിൽ 6B 6H 7H അതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടത്. നമ്മൾ ITC റീക്ലെയിമിന്റെ 3 സിനാരിയോ ആണ് ഇവിടെ ഇപ്പം നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ ആദ്യത്തെ സിനാരിയോ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ വർഷം തന്നെ നമ്മൾ എടുത്തു, അത് 6B കാണിച്ചു, അത് റീക്ലെയിം ചെയ്തത് H കാണിച്ചു, റിവേഴ്സ് ചെയ്തത് നമ്മൾ 7H കാണിച്ചു. എന്നിട്ട് അടുത്ത സിനാരിയോ 23-24 നമ്മൾ ക്ലെയിം ചെയ്യുകയും റിവേഴ്സ് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മൾ റീക്ലെയിം ചെയ്തത് 24-25 മാത്രമാണെങ്കിൽ നമ്മളിവിടെ 6A1 നമ്മൾ ഗുഡ്സ് മാറ്റി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളത് റീക്ലെയിം ഉണ്ടെങ്കിൽ നമ്മൾ അതർ ദാൻ റൂൾ 37-37A ആണെങ്കിലാണ് നമ്മളിവിടെ 6A1 നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ അതർ ദാൻ ഇപ്പം നമ്മൾ ആ സിനാരിയോയിൽ തന്നെ റൂൾ 37-37A പ്രകാരമാണ് 23-24 24-25 എഴുതിയെങ്കിൽ നമ്മൾ ഇവിടെയാണ് കാണിക്കേണ്ടത്. അല്ല, നമ്മൾ അതർ ദാൻ ആണ് നമ്മുടെ 37-37A പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഈ 6A1 കാണിക്കേണ്ടത്. അതാണ് ഒരു ഇത്. നമ്മൾ 6A1 എന്ത് കാണിക്കണം, 6H എന്ത് കാണിക്കണം. ഇനി മൂന്നാമത്തതാണ് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ളത്. അതായത് 24-25 ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തത് 24-25 എന്നാൽ 25-26 റീക്ലെയിം ചെയ്തത്. അപ്പൊ 24-25 നമ്മൾ ITC ക്ലെയിം 6B തന്നെ കാണിക്കും, 7H റിവേഴ്സൽ കാണിക്കും, 13 ടേബിൾ 13 മാത്രമേ നമ്മൾ ആ ഒരു 25-26 നമ്മൾ റീക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ 13 മാത്രം കാണിച്ചാൽ മതി. 24-25 ITC, 24-25 നമ്മൾ ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തു. എന്നാൽ റീക്ലെയിം ചെയ്തത് 25-26 ഇവിടെ നമ്മൾ 6B കാണിക്കണം. നമ്മളിവിടെ 6H കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം റീക്ലെയിം ചെയ്ത് 25-26 നമ്മളിവിടെ 7H കാണിക്കണം. ഇവിടെ 7H കാണിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ 8C കാണിക്കേണ്ട, 13 മാത്രമാണ് കാണിക്കേണ്ടത്. ഇവിടെ ഈ 24-25 മാറ്റിവെച്ച ITC, അതായത് റീക്ലെയിമുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തു, റീക്ലെയിം ചെയ്തത് 25-26 ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ലാതെ 25-26 2B വരുന്നതാണ് കാണിക്കേണ്ടത്. നമ്മൾ ഈ ഒരു കോളത്തിൽ 13 കോളത്തിൽ മാത്രമാണ് നമ്മളത് കാണിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ അത് കാണിക്കേണ്ടത്. 25-26 റീക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടേബിളിൽ 13 മാത്രം കാണിച്ചാൽ മതി. അതാണ് ഒരു സിനാരിയോ. അല്ല, നമ്മൾ ഈ 37-37A റൂൾ പ്രകാരമാണെങ്കിൽ 8C കാണിക്കേണ്ട, 13 കാണിച്ചാൽ മതി. ഇത് 6A1 അടുത്ത വർഷത്തെ 6A1 കൂടി കാണിക്കണം. 25-26 37-37A റൂൾ പ്രകാരമാണെങ്കിൽ 6B 6H 13 കാണിക്കേണ്ട, 6A1 കാണിക്കേണ്ട, അടുത്ത വർഷത്തെ 6H കാണിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന 3 സിനാരിയോ. വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു FAQല് നമ്മൾ ഒരു ഇതില് പറയാത്ത 1-2 കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഇതിലുള്ള എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഓരോന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൽ നമ്മൾ 1, 2, 3, 4, 5 ചർച്ച ചെയ്തു. പിന്നെ അതിനകത്ത് നമ്മൾ ഈ പോയിന്റുകളെല്ലാം ലാസ്റ്റ് ഉള്ള ഒരു 20 ഈ ഒരു പോയിന്റ്, വിച്ച് വാല്യൂ ഇസ് ഓട്ടോ പോപ്പുലേറ്റഡ് ഇൻ ടാക്സ് പേയബിൾ ഇൻ GSTR 9 ഓഫ് GSTR 9 ഓഫ് ഫൈനാൻഷ്യൽ 24-25 ആസ് നെഗറ്റീവ് ലയബിലിറ്റി ടേബിൾ ഹാസ് ബീൻ ഇൻസേർട്ടഡ് ഇൻ GSTR 3B
നെഗറ്റീവ് ലയബിലിറ്റി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാസ് ബീൻ ഇൻസേർട്ടഡ് ഇൻ 3B ഉണ്ടെങ്കിൽ the tax payable column is captured from 3B from net liability. Negative liability ഉണ്ടെങ്കിൽ net liability ആണ് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. if liability reported in table 6.1 3B is positive. നെഗറ്റീവ് ലയബിലിറ്റി പോയിട്ട് ഗ്രോസ് ചെയ്യുന്ന നെറ്റ് നെഗറ്റീവ് മൈനസ് ചെയ്ത് നെറ്റ് പോസിറ്റീവ് ലയബിലിറ്റി ആണ് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നത്. അതാണ് മറ്റൊരു നമ്മളിപ്പം ചർച്ച ചെയ്യാത്ത ഇതിൽ പറയാത്ത ഒരു പോയിന്റ്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ചേഞ്ച് ഇൻ ലേബലോ, കാരണം ഇതിനകത്ത് ലാംഗ്വേജ് ചേഞ്ചസ് റിവേഴ്സ്ഡ് അവൈൽഡ് ആ ഒരു മാറ്റം നമ്മൾ 12ലും 13ലും ഒരു ലാംഗ്വേജ് ചേഞ്ച് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞതാണ്. പിന്നെ അതിനകത്ത് 23ാമത്തെ പോയിന്റ് ഹൗ ദി ലേറ്റ് ഫീസ് ആർ കാൽക്കുലേറ്റഡ് 9C ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ ഇതിനകത്ത് സർക്കുലർ നമ്പർ 246 പറഞ്ഞിട്ടുണ്ട് 30th January 25 ദി ലേറ്റ് ഫീസ് ലെവീഡ് അണ്ടർ സെക്ഷൻ 47(2) of the CGST Act or any delay in furnishing the complete annual return under section 44. This includes both form GSTR 9 and form 9C if applicable. Accordingly, a new table 70 entitled Late Fee Payable and Paid has been inserted below Part 5. 9C Part 5 ആ ഒരു ലേറ്റ് ഫീ പേയബിൾ ആൻഡ് പെയ്ഡും കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റ് ഫീ ഷാൾ ബി ലിവിയബിൾ ഫോർ ദി പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദി ആനുവൽ റിട്ടേൺ ടിൽ ദി ഡേറ്റ് ഓഫ് ഫയലിംഗ് 9. ഇപ്പം 9 ആണെങ്കിൽ ഡ്യൂ ഡേറ്റ് തൊട്ട് ഫയൽ ചെയ്യുന്നത് വരെ, 9C ആണെങ്കിൽ 9 ഫയൽ ചെയ്തത് തൊട്ട് 9C ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് ഈസ് ലേറ്റർ ടിൽ ദി ഫയലിംഗ് ഓഫ് 9C ഫയൽ ചെയ്യുന്നത് വരെ. അതാണ് ഇതിനകത്ത് നമുക്ക് ലേറ്റ് ഫീ ആയി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് ഈ ഒരു FAQയിൽ അവർ പറയുന്നുണ്ട്. അതിനകത്തൊരു എക്സാമ്പിളും അവർ കൊടുത്തിട്ടുണ്ട്. 9 ഫർണിഷ് ചെയ്ത് 25 ഡിസംബറിലാണെങ്കിൽ 7th ജാനുവരി 26 അതിനകത്ത് 9ൽ ലേറ്റ് ഫീ വരില്ല, കാരണം നമ്മൾ 31-ാം തീയതിക്ക് മുമ്പ് 9 ഫയൽ ചെയ്ത്. എന്നാൽ 9Cക്ക് അതിനകത്ത് ഒരു 7 ദിവസത്തെ ലേറ്റ് ഫീ അവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആവും. അതുപോലെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ജാനുവരി 5-നാണ് നമ്മൾ 9 ഫില്ല് ചെയ്യുന്നത്, 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റിന് നമ്മൾ ജാനുവരിയിലാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ജാനുവരിയിൽ അത് ഫയൽ ചെയ്തിട്ടാണ് 9C ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ലേറ്റ് ഫീ ലിവിയബിൾ ഈസ് ഫോർ 7 days. ആ 7 ദിവസത്തെ വ്യത്യാസം ആ ഒരു ലേറ്റ് ഫീയിൽ വരും. 7 ദിവസം. then total late fee liable is 7 days which will be auto populated by this system as for 5 days at the time of filing. 5 ദിവസം 9 വേണ്ടി 5 ദിവസവും മൊത്തം 7 ദിവസത്തത് ബാലൻസ് ഉള്ള 2 ദിവസത്തേക്കുള്ളത് 9CD. ആ രീതിക്കാണ് മൊത്തം 7 ദിവസം നമുക്ക് ലേറ്റ് ഫീ കൊടുക്കേണ്ടി വരും. 5 ദിവസം 9-നും 2 ദിവസം 9Cക്കും. ആ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് അവര് പറയുന്നുണ്ട്. ഇനി FAQ 2 നമുക്ക് ഇവിടെ RCMആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഇഫ് പെയ്ഡ് GST ഓൺ RCM ഫോർ 24-25 ഇൻ GSTR 3B 25-26 ഏത് വർഷമാണ് these RCM liabilities and ITC on said RCM should be reported. GSTR 25-26 നമ്മൾ 24-25ന്റെ RC 25-26 അടയ്ക്കുന്നതെങ്കിൽ അത് 25-26 9 വരുന്നത്. അതിനുള്ള എക്സ്പ്ലനേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പോയിന്റ് നമ്പർ 2-ഉം 5-ഉം ആ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇന്നലിജിബിൾ 23-24 ഇന്നലിജിബിൾ ITC, 24-25 റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 24-25 GSTR 9 കാണിക്കണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ITC 23-24 നമ്മൾ 24-25 6A1 കുറയ്ക്കണം. അപ്പൊ ഈ കുറച്ച ഒരു ITC നമ്മൾ വീണ്ടും അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്. നമ്മൾ 23-24 ഈ 23-24 24-25 ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയി. എന്നാൽ അത് നമ്മൾ 24-25 നമ്മൾ റിവേഴ്സ് ചെയ്തു. കാരണം 23-24 24-25 വരുന്ന 6A1 തന്നെ നമ്മൾ കുറയ്ക്കുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ ആ നമ്മുടെ ITC അവിടെ കുറച്ചു. അപ്പൊ വീണ്ടും നമ്മൾ 7H കാണിക്കുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരും.
അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് 2Bയിലാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് 24, 25ന്റെ 2Bയിൽ വന്ന 23, 24 നമ്മള് ഇന്നെലിജിബിൾ ഐറ്റീസ് 24, 25 വന്നെങ്കിൽ നമ്മൾ അതിവിടെ കുറയ്ക്കും, നമ്മൾ 7H കാണിക്കണ്ട. എന്നാൽ 23, 24 2Bയിലാണ് വന്നത്, നമ്മളത് 24, 25 റിവേഴ്സ് ചെയ്തെങ്കിൽ ആ ഒരു റിവേഴ്സൽ മാത്രം നമ്മൾക്ക് ഇവിടെ കാണിക്കേണ്ടതായിട്ട് വരും. അത് FAQ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ 23, 24 2Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആയത് 24, 25 നമ്മൾ റിവേഴ്സൽ മാത്രം ചെയ്യുവാണെങ്കിൽ നമ്മളിവിടെ കാണിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ടാലി ആയില്ല. അതിനെക്കുറിച്ച് നമ്മുടെ FAQ സൈലന്റ് ആണ്. അപ്പൊ അതാ ഒരു പോയിന്റ് നമ്മൾ പറയണം. ഇവരുദ്ദേശിക്കുന്നത് 24, 25 വന്നു എന്ന് പറയുമ്പോൾ 24, 25 2Bയിൽ വന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ 6A1 എഴുതി കുറയ്ക്കുന്നത് കൊണ്ട് നമ്മൾ റിവേഴ്സൽ ചെയ്താൽ അവിടെ ഒരു മിസ്മാച്ച് വരും. അവിടെ നിന്ന് തന്നെ അങ്ങ് കളയുമല്ലേ, പിന്നീട് നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. 23, 24 2Bയിൽ വന്നാൽ അവിടെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. Table 6B to Table 6H and 7A table. 7H will contain the details of ITC. Current yearൽ മാത്രമേ 7Hൽ വരുള്ളൂ. അപ്പൊ കറണ്ട് ഇയറിൽ നമ്മൾ ഏത് 2Bയിൽ നമ്മൾ ഈ രണ്ടാമത്തെ പോയിന്റ് എടുക്കുമ്പോൾ ഏത് 2Bയിലാണ് നമ്മൾ വന്നത്, ആ ഒരു ഇന്നെലിജിബിൾ ITC വന്നത് 23, 24 2B ആണോ 24, 25 2B ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇത് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇതാണ് 2ഉം 5ഉം പോയിന്റ് ഇതാണ് പറയുന്നത്. ഇനി 3, 4, 6 പോയിന്റുകൾ പറയുന്നത് 4C will not match with 7G. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ പോയിന്റുകളിലെല്ലാം പറയുന്നത് 4C നമ്മുടെ 7Jയുമായിട്ട് ടാലി ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഒരു കഴിഞ്ഞ വർഷം വരെയും 4C ആയിട്ട് ടാലി ആവുമായിരുന്നു. ഇപ്പൊ നമ്മൾ 6A1 കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ടാലി ആവില്ല. പിന്നെ 7ൽ പറയുന്ന പിന്നെ പോയിന്റ് നമ്പർ 7ൽ പറയുന്നത് ഇത് non-GST പർച്ചേസ് റിപ്പോർട്ട് ചെയ്യണം. ആസ് ദർ ഈസ് നോ സ്പെസിഫൈഡ് ടേബിൾ. ഇതിനകത്ത് GSTR 9 non-GSTക്ക് വേണ്ടി സെപ്പറേറ്റ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ 4G1 കുറിച്ച് പറയുന്നുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ അവരുടെ ഡീറ്റെയിൽസ് കാണിക്കാൻ ടേബിൾ 4G1 of GSTR 9 to be reported by e-commerce operator liable to pay the tax under section 9(5) of CGST Act. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു FAQയിലുള്ളത്. അപ്പൊ FAQ1 എല്ലാ പോയിന്റുകളും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ FAQ2 8 പോയിന്റും കൂടെ ചേർത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള FAQയിൽ 33 പോയിന്റുകളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു GSTR 9ഉം 9Cയും നിങ്ങൾ ഈ പറയുന്ന മാറ്റങ്ങൾ ഈ FAQവിന്റെ പ്രിന്റ് എടുത്ത് ഇതിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോയിന്റുകൾ ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാണിക്കണം എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എങ്ങനെ എവിടെ കാണിച്ചാൽ എവിടെ ഡിഫറൻസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. 8D ഡിഫറൻസ് ഈ വർഷം വരില്ല. അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വിത്തിൻ ടൈം ലിമിറ്റിൽ തന്നെ നമ്മൾ ഈ ഒരു GSTR 9C എല്ലാവരും ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ ഇടുക. മറ്റൊരു വാല്യുബിൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെയും നന്ദി, നമസ്കാരം.